എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ നാണം കെട്ടിട്ടില്ല. ആ വീട്ടിലേക്കുള്ള എന്റെ എൻട്രി ഒക്കെ നീ ഒന്ന് കാണുമായിരുന്നു. ഓ, ആലോചിക്കുമ്പോ തന്നെ തൊലി ഉരിക. അവനെ വിളിച്ചില്ലേ, നിന്നെ ഫോൺ ചെയ്ത് പറ്റിച്ചവനെ? അവന്റെ ഫോൺ ഓഫാ, അതൊന്ന് ഓൺ ചെയ്യട്ടെ, തീർക്കും ഞാൻ അവനെ. പോലീസിലൊരു കംപ്ലൈന്റ് കൊടുത്താലോ? എന്റെ അമ്മേ വേണ്ട, ഇനി അവര് കൂടി എന്നെ കളിയാക്കി കൊല്ലും. പിന്നെ ദയവീതിനി നീ ആയിട്ട് ഇതാരോടും പറയാൻ നിൽക്കണ്ട. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. അതെനിക്കൊന്ന് ആലോചിക്കേണ്ടി വരും. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, നീ അത് വിട്. കഴിഞ്ഞിട്ടൊന്നുമില്ല, കുറച്ച് പ്രശ്നങ്ങൾ കൂടിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുണ്ടാവണമല്ലോ. എന്താണാവോ? അപ്പ ഇന്നലെ എന്നെ വീട്ടിലേക്ക് വിളിപ്പിച്ചത് എന്റെ കല്യാണത്തിനെ കുറിച്ച് സംസാരിക്കാനാ. ശിവയായിട്ട്. ആ, അവൻ തന്നെ, ആ തലിപ്പൊളി. എനിക്ക് ഇപ്പൊ ഉള്ള പ്രശ്നങ്ങൾ പോരാഞ്ഞിട്ട് ദൈവം ഇതിനെ കൂടി എവിടുന്നോ ഇമ്പോർട്ട് ചെയ്ത് തന്നിരിക്കുക. എന്നിട്ടെന്താ, കൊന്നാലും സമ്മതിക്കില്ലാന്ന് ഞാൻ. എല്ലാരും കൂടി ചുറ്റും നിന്ന് നിർബന്ധിച്ചിട്ടും ഞാൻ അടുക്കുന്നില്ല എന്ന് കണ്ടപ്പോ അപ്പ എന്റെ വീക്ക്നെസ് കയറി പിടിച്ചു. അതെന്തോന്ന്? എന്റെ ഷെയർ അവനെ കെട്ടിയില്ലെങ്കിൽ ഒരു ചില്ലി കാശ് പോലും തരില്ലാന്ന്. അവസാനം നിവർത്തിയില്ലാതെ ഈ സിദ്ധാർത്ഥമായിട്ടുള്ള എന്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞാണെന്ന് ഞാൻ പറഞ്ഞു. ഫാമിലിയുടെ അന്തസ് തൊലച്ചല്ലോ എന്ന് പറഞ്ഞ് ഫുൾ തെറിവിളിയും കൂട്ടക്കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ അവസാനം സിദ്ധാർത്ഥനെ കൊണ്ട് ഇങ്ങോട്ട് വരുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നു. നീ മൊത്തം കൊളാക്കിയില്ലേ? എടി ഒരു മിനിറ്റ്, ശ്വേത വന്നു തോന്നുന്നു, ഞാൻ വിളിക്കാം. ശ്വേത, മറ്റൊരു വാർത്തയിലേക്ക്. കുപ്രസിദ്ധ കുറ്റവാളി പാണ്ഡേശ്വരം രാജ് ജയിൽ ചാടി ഒരാഴ്ച പിന്നിട്ടിട്ടും പിടികൂടാൻ കഴിയാത്തത് മഹാരാഷ്ട്ര പോലീസിന് തലവേദനയാകുന്നു. ഒരു മലയാളി നഴ്സ് ഉൾപ്പെടെ 7 പേരെ പീഡിപ്പിച്ച കേസിൽ പോലീസ് പിടിയിലായ പാണ്ഡേശ്വരം രാജ് കഴിഞ്ഞ ബുധനാഴ്ചയാണ് യേർവാഡ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടത്. ജയിലിനുള്ളിലെ CCTV ക്യാമറ ദൃശ്യങ്ങളിൽ നിന്നും മറ്റാരുടെയും സഹായമില്ലാതെയാണ് പ്രതി ജയിൽ ചാടിയത് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിർത്തി സംസ്ഥാനമായ കർണാടകയിലേക്ക് പ്രതി രക്ഷപ്പെട്ടിരിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് കർണാടക പോലീസും തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന പെൺകുട്ടികളുമായി സൗഹൃദം സ്ഥാപിച്ച് പിന്നീട് അവരെ പീഡിപ്പിച്ച് കടന്നു കളയുന്നതിൽ വിദഗ്ധനാണ് പാണ്ഡേശ്വരം രാജ്. ശരിക്കും ഇതാണ് സംഭവിച്ചത്. അല്ലാതെ ഞാൻ ഈ പാണ്ഡേശ്വരം രാജൊന്നും അല്ല, എവിടുന്നോ കിട്ടിയ പേരാണ്. പല്ലവിക്കൊന്നും വിശ്വാസമാണല്ലേ? എനിക്ക് പോലും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആരാണെന്നോ എവിടെ നിന്ന് വന്നുവെന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. എൻ്റെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഇന്ന് നടന്ന കാര്യങ്ങൾ മാത്രം ഓർമ്മയുള്ളൂ. പല്ലവി മാത്രം എനിക്ക് പരിചയമുള്ളൂ. ഞാൻ പറയുന്നതൊക്കെ സത്യമാണ്. എൻ്റെ ഇൻറ്റൻഷൻ എന്ത് തന്നെയാണെങ്കിലും, അതിപ്പം പല്ലവിനെ ഉപദ്രവിക്കാനാണെങ്കിലും എനിക്കിപ്പോൾ ചെയ്യാറുന്നല്ലോ. എനിക്ക് വേണ്ടത് പല്ലവിയുടെ ഹെൽപ്പാണ്. പ്ലീസ്, എന്നെ എവിടെ വെച്ച് കണ്ടിട്ടെന്ന് പല്ലവി പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഞാൻ പല്ലവിയുടെ പിന്നാലെ വന്നത്. പ്ലീസ്, പല്ലവിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, എനിക്ക് ഉറപ്പാണ്. പ്ലീസ്. ಸರ್ಪ್ರೈಸ್, ಸಾರಿ, ಫ್ಲಾಟ್ ಚೇಂಜ್ ಮಾಡಿಬಿಡಿ. ഒരു സർപ്രൈസ് വേസ്റ്റ്. അയ്യോ, താനിങ്ങനെ ഓടിപ്പോയി ഡോർ ഓർക്ക. ആരെങ്കിലും കണ്ടോ? എന്നെ കെട്ടിയിട്ട് റേപ്പ് ചെയ്യാന്നല്ലേ വിചാരിക്കുള്ളൂ? അയ്യോ, അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ പേര് ദോഷം ഉണ്ട് എനിക്ക്. സോറി. തനി കെട്ടൊക്കെ അടിച്ചേ. താനീ പറഞ്ഞൊക്കെ സത്യമാണോ? സത്യമായിട്ടും സത്യമാണ്. തന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ അടിച്ചതാ. ചില ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനത്തെ കേസുകൾ. എന്തായാലും ഞാൻ തന്നെ കഥയൊക്കെ വിശ്വസിച്ചു. എന്നാ ശരി, താൻ പോയിക്കോ. അയ്യോ, അത് പറ്റില്ല. താൻ വിശ്വസിച്ച പോലെ ഇനി എന്നെ വേറെ ആരും വിശ്വസിക്കില്ല.
പ്ലീസ്, വേറെ വഴിയില്ലഞ്ഞിട്ടാണ്. തനിക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ പ്ലീസ്? ഞാനെന്ത് ഹെൽപ്പ് ചെയ്യാനാടോ? അല്ലെങ്കിൽ തന്നെ 1000 പ്രശ്നങ്ങളുണ്ട് എനിക്ക്. താനേ താൻ വല്ല ഡോക്ടറെ പോയി കാണും. ഇയാളെ ഞാൻ കണ്ടത്. എന്ത് ദേ പല്ലവി, എന്താ പെട്ടെന്ന്? അപ്പൊ ഇതാരാ? അത് പിന്നെ രാവിലെ വഴി സിദ്ധാർത്ഥ് അയ്യർ അല്ലേ? ആണോ? അതെ, സിദ്ധാർത്ഥ അയ്യർ. തനിക്കറിയോ എന്നെ? ആരെന്ന്? എന്റെ ഹസ്ബൻഡ്. ആണോ? അന്ന് നീ പറഞ്ഞതൊക്കെ കള്ളമാണെന്നാ ഞാൻ കരുതിയത്. സിദ്ധാർത്ഥ്, ഒരു മിനിറ്റ്. അപ്പൊ ഞാൻ സിദ്ധാർത്ഥയ്യരാണോ? പതുക്കെ. അപ്പൊ ഞാൻ സിദ്ധാർത്ഥയ്യരാണോ? അപ്പൊ ഇത്രയും സമയം പറഞ്ഞൊന്നും തനിക്ക് മനസ്സിലായില്ലേ? ഓ, താനല്ല സിദ്ധാർത്ഥ അയ്യർ. അപ്പൊ അവരോട് പറഞ്ഞതോ? ഓക്കെ, ഞാൻ ഇനി ഒന്നും മറച്ചു വെക്കുന്നില്ല. സിദ്ധാർത്ഥ അയ്യർ, ഹി വാസ് മൈ ലവർ. പക്ഷെ മരിച്ചുപോയി. പാവം. അപ്പൊ ഞാനല്ല സിദ്ധാർത്ഥയ്യർ. എങ്ങനെയാ മരിച്ചത്? അത് ടിപ്പല്ലൂരി അടിച്ചിട്ട് നേരെ JCBയുടെ മുമ്പിൽ മതി മതി പോയി. അത് മതി പിന്നെ മതി. അവരാരും സിദ്ധാർത്ഥ അയ്യരെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ നുണയൊക്കെ പറയുന്നത്. വെറുതെ എന്തിനാ ഞാൻ അവരെ കൂടി വിഷമിപ്പിക്കുന്നത്? അപ്പൊ അയാൾ എന്നോട് അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അത് താൻ എന്നെ ഒന്ന് സഹായിക്കണം. കുറച്ച് ദിവസം കഴിഞ്ഞാൽ താൻ ഒരു പ്രാവശ്യം കൂടി സിദ്ധാർത്ഥ അയ്യരായി എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം. വെറും 2-3 മണിക്കൂറത്തെ കാര്യമുള്ളൂ. പറ്റില്ല എന്ന് പറയരുത് പ്ലീസ്. അപ്പൊ എന്റെ കാര്യം? ഓ, തൻ്റെ കാര്യം. തന്നെ ഞാൻ എവിടെ വെച്ചോ കണ്ടു എന്ന് പറഞ്ഞില്ലേ? അതെനിക്കിങ്ങനെ ചെറുതായിട്ട് ഓർമ്മ വരുന്നുണ്ട്. എവിടെ വെച്ച? എവിടെ വെച്ചാണെന്ന് ചോദിച്ചാ നമുക്ക് ആദ്യം മൈസൂരൊക്കെ ഒന്ന് കറങ്ങാം. താൻ പോയി റെഡി ആയിട്ട് വാ, ഞാൻ ഇവരെ പറഞ്ഞിട്ട് വരാം. ഞാൻ റെഡിയാ. പിന്നെ സിദ്ധാർത്ഥ എന്നുള്ള ഈ പേരൊക്കെ ഇട്ടിട്ട് ഈ കോലത്തില് നമുക്കത് ഈ കഞ്ഞി സെറ്റപ്പൊക്കെ ഒന്ന് മാറ്റാം. മാഡം, മെയിൻ ഒക്കേഷൻ മാരേജ്. രണ്ട് മൂന്ന് മിസ്സിംഗ് കേസ് ഒക്കെ കാണാറുള്ളതാ. ഇപ്പൊ എന്ത് പറ്റിയാവോ? ഞാൻ ഈ നാട്ടുകാരനല്ലെന്ന് തോന്നുന്നു. തന്റെ സ്ഥാനത്ത് ഇപ്പൊ ഞാനായിരുന്നെങ്കിലേ പുതിയൊരു പേരിട്ടൊരു പോക്കങ്ങ് പോയേനെ. ഒരു പട്ടിന് ചോദിക്കാനില്ല. അപ്പോ കേട്ടു ഫീലായിരിക്കും. എന്നാ ഞാനൊരു പോക്കങ്ങ് പോയാലോ? എന്റെ വേറെ ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ എന്ന് പറയാ? ഇങ്ങോട്ട് തിരിഞ്ഞോക്ക് മൈക്കിൾ മോനെ. അതെ, എന്തത് കൊറേ കാലായില് കണ്ടിട്ട്. മൈക്കിളോ? ആദ്യത്തെ ഒറ്റനോട്ടത്തില് എനിക്ക് ആളെ മനസ്സിലായില്ല. പക്ഷെ രണ്ടാമത്തെ ഒറ്റനോട്ടത്തില് പെട്ടെന്ന് ആളെ പിടികിട്ടി. അന്ന് മോനെ കണ്ടതിന് ശേഷം പിന്നെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോയില്ല. ഇവിടെ തന്നെ ആയിട്ട് കൂടി. അന്ന് പറഞ്ഞില്ലേ ബാബുന്റെ വീട്ടിൽ കൂടി എന്ന് പറഞ്ഞാ മാർക്കറ്റിൽ പോവുക, ബാബുന്റെ കുട്ടികളെ നോക്കുക, അങ്ങനൊക്കെ അങ്ങോട്ട് കൂടി. കാര്യൊന്നുമില്ല, എന്നാലും 3 നേരം ഭക്ഷണം കിട്ടുന്നുണ്ട്. അതെന്നെ ഒരു ആശ്വാസം. ഒരു പഴംപൊരി ഉണ്ടെന്നാണോ അതല്ലാന്നാണോ പഴംപൊരി? അതൊന്നും ഇവിടെ കിട്ടില്ല. ചാട്ടെന്തെങ്കിലും പറയട്ടെ. അത് കഴിക്കുന്ന സാധനമാണോ? അത് പോന്നോട്ടെ.
ഒന്ന് മസാൽപുരി. പേരെന്താന്നാ പറഞ്ഞേ? ശ്രീധരൻ നായര്. അതല്ല, നേരത്തെ അങ്കിള് പിന്നെ വേറൊരു പേര് വിളിച്ചില്ലേ? ആ ശ്രീധരൻ നായർ, അതെന്റെ പേര്. മോന്റെ പേര് മൈക്കിൾ. മൈക്കിൾ. അതിന് കൂടുതൽ വാലുണ്ടായിരുന്നില്ല, അതെന്താ അത്? ഞാനതങ്ങ് മറന്നു. എവിടെ വെച്ചിട്ടാ ഇവനെ കണ്ടത്? ഇവിടെ വെച്ചിട്ട്, മൈസൂര്, അന്ന് ബസ്സില്. പറഞ്ഞ സാധനം വന്നില്ല ഇതുവരെ.